അത് ഒട്ടും താമസിച്ചില്ല, ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഇപ്പം സ്റ്റേ ചെയ്യും എന്ന് കൈരളി ചാനൽ എഴുതി കാണിച്ചു. വി സിയുടെ ഗുണ്ടായുസിനെതിരായിട്ട് രജിസ്ട്രാർ ഇതാ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു, ഹൈക്കോടതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് മറ്റേ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടോ വാർത്ത. അതുപോലെ അവഗണിച്ചുകൊണ്ട് കൈരളിയും അതുപോലെയുള്ള ചാനലുകളൊക്കെ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഹൈക്കോടതി എഴുന്നേറ്റ് നിന്ന് ഇപ്പം തന്നെ രജിസ്ട്രാർക്ക് ഈ സസ്പെൻഷൻ സ്റ്റേ ചെയ്യും, രജിസ്ട്രാറെ ആ കസേരയിൽ കൊണ്ടുപോയിരുത്തും. അദ്ദേഹം ഇനി ആഭ്യന്തര താരം കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആരെങ്കിലുമായിട്ടൊക്കെ പ്രശോഭിക്കും എന്ന്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കോടതി ചെന്നപ്പോൾ സംഗതി ഒട്ടും സന്തോഷകരമായ സ്വീകരണമല്ല കിട്ടിയത്. ഇദ്ദേഹത്തിൻ്റെ വക്കീലിനോട് ചോദിച്ചു, എന്തധികാരത്തിലാണ് ഇയാൾ ചാൻസലറുടെ പരിപാടി മുടക്കിയത്? പരിപാടി മുടക്കാനുള്ള അധികാരം രജിസ്ട്രാർക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ വക്കീൽ ലോ പോയിൻ്റൊക്കെ വായിച്ചു. ലോ പോയിൻ്റൊന്നും കോടതിക്ക് ബോധ്യമായില്ല. ഞങ്ങൾ വൈസ് ചാൻസലറുടെ വാദം കൂടി കേൾക്കട്ടെ, ഇപ്പോൾ തൽക്കാലം സ്റ്റേ ഇല്ല, താൻ കുറച്ച് ദിവസം വീട്ടിലിരിക്കും എന്ന നിലപാടാണ് ഇപ്പോൾ കോടതി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സഖാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടി സഖാക്കൾ ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പഠിക്കലും രാജ്ഭവൻ്റെ പഠിക്കലൊക്കെ വലിയ പ്രതിഷേധവും സമരവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ബാനർ ഞാൻ കണ്ടു, ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CPM തോറ്റു മടക്കി, എന്നിട്ടാണ് ഒരു രാജേന്ദ്ര എന്ന്. ഇനിയിപ്പോൾ ഈ ബാനറുമായിട്ട് അവർക്ക് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് പോകാം. ഹൈക്കോടതി ജഡ്ജിയെ പ്രതീകാത്മകമായിട്ട് നാട് കടത്തി, അല്ലെങ്കിൽ പുള്ളിയെ കഴുതപ്പുറത്ത് കയറ്റി നാട് കടത്തും, എന്തെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ വഴിയിൽ തടയാം, അല്ലെങ്കിൽ ബൂർഷ്വാ കോടതി തുലയട്ടെ എന്ന് പറയാം. അതൊക്കെയാണ് നമുക്കിപ്പോൾ ആകെ ചെയ്യാൻ ബാക്കിയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.